Jasbir for that short and insightful talk. Can I request Dr. Deepak, also from Queen's University, to please come forward, and he's also going to give us some sort of an introduction to the book. Thank you, Rajesh. Firstly, congrats to Binu for producing this excellent book, which contains a very insightful conversation. So I think it's a fantastic achievement, and I think we should give him a round of applause. So, given that the book is in Malayalam, can I take the freedom to speak in Malayalam for a little bit? Okay. So, ഗാന്ധി കൊല്ലപ്പെടുന്നത് 1948 ജനുവരി 30-നാണ്. അതിനുശേഷം ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയ സർദാർ വല്ലഭായ് പട്ടേൽ മുഖേന RSS എന്ന സംഘടന നിരോധിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ഉള്ള ഏതാണ്ട് 20-30 വർഷക്കാലം ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറയുന്ന ആ ധാര വളരെ ഒരു എന്താ പറയുക, വളരെ ഒട്ടുമേ അങ്ങനെ എനർജറ്റിക് ആയിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് ഈ വിഷയം അവരെ എപ്പോഴും പിന്നിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം കപൂർ കമ്മീഷൻ വരുന്നു. കപൂർ കമ്മീഷൻ കണ്ടെത്തുന്നത് സവർക്കറാണ് ഗാന്ധിവധത്തിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് കണ്ടെത്തുന്നുണ്ട്. അതിനോടകം സവർക്കർ മരിച്ചു പോകുന്നുണ്ട്. അപ്പം ഇന്നും ഒരുപക്ഷെ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് ജനുവരി 30 എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു ഏർപ്പാടൊന്നുമല്ല. അവരെ സംബന്ധിച്ചോളം അവര് പിന്നിലേക്ക് രണ്ടടി പിന്നിലേക്ക് വെക്കേണ്ടുന്ന ഒരു ദിവസമായിട്ടാണ് അത് കാണുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഗാന്ധി വധത്തെക്കുറിച്ച് ഒരു പുതിയൊരു ആഖ്യാനം രൂപപ്പെടുന്നത്. ആ ആഖ്യാനം വരുന്നത് നവനാസ്തികർ എന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ്, ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ്. ആ ഓർഗനൈസേഷന്റെ പ്രധാനിയായിട്ടുള്ള ആളുടെ പേര് C. രവിചന്ദ്രൻ എന്നാണ്. അത് ആ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് നാസ്തികതയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗാന്ധി ഒരു മതവാദിയായിരുന്നു. ബാക്കി സവർക്കറൊക്കെ ഒരു നാസ്തികരായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതൊരു വലിയ ഡിസ്റ്റിങ്ഷനാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ സംശയമൊന്നുമില്ല. അതുകൂടാതെ മറ്റു കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധി ഒരു അപരിഷ്കൃതനായിരുന്നു. എല്ലാ കാര്യത്തിനും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന സംഗതി വളരെ അപരിഷ്കൃതമായിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള വാദങ്ങളിലൂടെ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ് ഈ പുസ്തകം. അതിനെതിരെയുള്ള പ്രതിരോധം എങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ളതിൽ വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ഒരുപക്ഷെ 3 ഘടകങ്ങളാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത്. ഒന്ന്, കാരശ്ശേരി മാഷും ബിനുവും തമ്മിലുള്ള സംഭാഷണത്തിൽ അദ്ദേഹം രവിചന്ദ്രൻ ഉന്നയിക്കുന്ന വാദങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് അതിനെ പരിശോധിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അങ്ങനെ ഒന്നൊന്നായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ രവിചന്ദ്രൻ തീരുമാനിക്കുന്ന ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് പറയാണ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി അയാളൊരു വൃത്തികെട്ടവനാണെന്ന് പറയുകയാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ നമ്മൾ അയാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിലെന്തെങ്കിലും പെശ കണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ ഒരുപക്ഷെ അയാളുടെ നല്ല കാര്യങ്ങളെല്ലാം മറന്നു പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിലേക്ക് ഈ സംഭാഷണം പോകുന്നതേ ഇല്ല, ആ ട്രാപ്പിലേക്ക് ഈ സംഭാഷണം വീഴുന്നതേ ഇല്ല. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഈ ഗാന്ധിയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അതിനെ പ്രതിരോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഗാന്ധിയെ വളരെ ലളിതവൽക്കരിച്ച് പ്രതിരോധിച്ചേക്കാം. പക്ഷെ അങ്ങനെയൊന്നും ഇത് ചെയ്യുന്നില്ല. ഇത് വളരെ ചരിത്രപരമായി, വളരെ രാഷ്ട്രീയമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഗാന്ധിയെ ഒട്ടും ലളിതവൽക്കരിക്കാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സമഗ്രമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഈ സംഭാഷണം മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇടയ്ക്ക് കാരശ്ശേരി മാഷ് ഈ സംഭാഷണത്തിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് രവിചന്ദ്രൻ പറയുന്നത് എന്താണ്, രവിചന്ദ്രൻ എന്നുള്ളത് ഒരു വ്യക്തിയാണ്, പക്ഷെ അതേസമയം ഒരു മൂവ്മെന്റിന്റെ ഇതായിട്ട് നമുക്ക് കണക്കാക്കാം. അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ പലതും അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അവർ ചോദിക്കുന്ന ചോദ്യത്തോട് ഞാൻ നേരിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല.
ഒരുപക്ഷെ പിന്നിലെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മാർക്സ് പോലും പലപ്പോഴും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ദ ബെസ്റ്റ്, പലപ്പോഴും ഒരു ചോദ്യത്തിനെ നെഗേറ്റ് ചെയ്യുന്നതിലൂടെയായിരിക്കും അതിനെ സമീപിക്കേണ്ടത്. ആ ചോദ്യത്തിനോട് നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചോദ്യത്തിന്റെ ചട്ടക്കൂടിനകത്ത് പെട്ടുപോകും. ആ ചട്ടക്കൂടിനകത്ത് പെടാതെ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഈ സംഭാഷണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അംശങ്ങളായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് കേരളത്തിൽ മലയാള വൈജ്ഞാനികതയിൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന് EN ഗോപികൃഷ്ണന്റെ ഒരു വളരെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. അത് കൂടാതെ B രാജീവന്റെ ഒരു പുസ്തകമുണ്ട് ഗാന്ധിയെക്കുറിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മലയാള വൈജ്ഞാനികതയിൽ ഗാന്ധിയെക്കുറിച്ചുള്ള ലിറ്ററേച്ചറിനെ ശാക്തീകരിക്കാനായിട്ട് ഈ പുസ്തകം വളരെയധികം സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പുസ്തകത്തെ ആ അർത്ഥത്തിൽ സമകാലിക കേരളത്തിന്റെ പ്രതിരോധത്തിനുള്ള ഒരു പുസ്തകമായിട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം എന്ന് കരുതുന്നു. അത് ആ രീതിയിൽ തന്നെ അത് കാണേണ്ടതുണ്ട് എന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ബിനുവിനെ ഒരിക്കൽ കൂടി ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൽ അഭിനന്ദിക്കുന്നു. ഇനിയും അനേകം ഇതുപോലുള്ള സംഗതികൾ ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. I'll just very briefly summarize in this. Gandhi was assassinated in 1948, following which the RSS was banned very few days after that. And then for the next half a century or so, the Hindutva movement in India could not really engage with this topic of Gandhi's assassination, because they were always on the back foot when it came to that topic. It is within this context that there is a new emerging narrative in Kerala which is about justifying the murder of Gandhi and looking at Gandhi as an uncivilized person, and whereas his assassins were civilized and also atheists, and so in that sense progressive. So this comes from the free thinking community, which is a very very unfortunate development. It is that unfortunate development that this book addresses in a very nuanced manner. There are three aspects to this book. One is that it doesn't simplify Gandhi in order to address these things, in order to address the allegations that come from that. And the second thing is that it doesn't fall into the trap of walking into these allegations. It doesn't take these allegations and engage with it on a one-to-one level. It doesn't simplify it, and it doesn't walk into the framework of those allegations. And yet another thing is that there are some of these allegations which are outright unworthy of engaging with. And in this book, the conversation takes an explicit position that I won't engage with some of these things. And that I think is a very important way to engage with these kinds of conversations. And I think today in Kerala, as in Malayalam, as well as maybe broadly in India, there is an emerging literature around rereading Gandhi. And I think in Malayalam there is a very interesting book talking about how Hindutva politics has flourished over the last 100 years or so. And it is within this context that Binu's book also comes into the fore. And I think it's a very interesting, very positive addition to that emerging literature stream within Malayalam. So I just take this opportunity to congratulate Binu again and